നമുക്ക് അടുക്കളയിൽ എന്താ നോക്കിട്ട് വരാം. ആ ഇതെന്താണ് അടുക്കളയിലൊക്കെ കയറിയിരിക്കുന്നത്? വന്നതിന് ശേഷം ഇപ്പഴാ ആദ്യമായിട്ടാ കാണുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും. ഒറോട്ടി ചുട്ട് കഴിഞ്ഞ് ഒറോട്ടി തണുത്ത് അപ്പം താണ്ട ഈ ഒരു കണ്ടെയ്നറിലോട്ടിട്ട് അടച്ചു വെക്കുവാണ്. ഉമ്മ വെള്ളയപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. ഉമ്മ ഇരുമ്പിന്റെ ചട്ടിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. ആ സാരമില്ല. ഗുണ്ട്. ആഹാ. അങ്ങനെ ഞങ്ങള് ബാങ്കിന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഷെഫി ഇതേ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് സുന്നത്ത് നോമ്പാണ് കേട്ടോ. ഇന്ന് മുഹറം 10 നോമ്പിന്റെ വിശേഷങ്ങളാണ്. സാധാരണ ഞാൻ നോമ്പ് സമയത്ത് വീട്ടിലില്ല, ഞാൻ നാട്ടിലില്ല കേട്ടോ. ഞാൻ എപ്പോഴും ബഹ്റൈനിലാണല്ലോ. അപ്പൊ ഇന്ന് സുന്നത്ത് നോമ്പായപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ ഉമ്മാന്റെ സ്പെഷ്യലൊക്കെ കാണിച്ചൊരു വ്ളോഗ് എടുക്കാന്ന് കരുതി. അപ്പൂസ് ഓൾറെഡി ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി കിച്ചണിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുത്ത് ഇൻട്രോ എടുത്തിട്ട് കിച്ചണിലോട്ട് വരാന്ന് പറഞ്ഞു. അപ്പം അപ്പൂസാണിന്ന് ഹെൽപ്പർ കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടാനും ഉള്ളി തൊലിക്കാനും ഒക്കെ അപ്പൂസാണിന്ന് ഉമ്മാനെ ഹെൽപ്പിങ് കേട്ടോ. അപ്പം നാത്തൂൻ ഇന്നില്ല. നാത്തൂൻ അവരുടെ വീട്ടിലാണ്. LP UPയുടെ എക്സാം ആണ് കേട്ടോ. അപ്പം നാത്തൂൻ അവരുടെ വീട്ടിലാണ്. നാളെ വരും. അപ്പം ഞങ്ങൾ പോയിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് ബാക്കി വിശേഷം കാണിക്കട്ടോ. ഉമ്മായി അപ്പൂസ് എന്താ ഒക്കെ ആയെന്ന് നോക്കട്ടെ. വാപ്പ ഇല്ല, വാപ്പ ഓൾറെഡി ജോലിക്ക് പോയിക്കോട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. ഷെഫി രാവിലെ പോയിട്ട് ബീഫ് വാങ്ങിച്ചായിരുന്നു. അപ്പൊ നമുക്കിനി കിച്ചണിലോട്ട് പോവാം. വാ ഉമ്മ, എന്തായി ബീഫ് കറിയൊക്കെ? എന്തുകൊണ്ടിരിക്കുന്നത്? കഴിക്കാൻ ഇന്നെന്തുവാ? പിന്നെ കടിയായിട്ട് എന്താ ഉള്ളത്? വടയാ? വടയുണ്ട്. താണ്ടെ ബീഫ് വേണ്ട. അപ്പൂസാറ് നിന്ന് ഉമ്മാടെ ഹെൽപ്പർ കേട്ടോ. എന്തൊക്കെ ചെയ്ത അപ്പൂസേ? ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തയാളാ? അപ്പൊ അപ്പൂസ ഇയാള് വീഡിയോയിലൊന്നും സംസാരിക്കത്തില്ലെന്നൊക്കെ ഭയങ്കര പരാതി എല്ലാരും കേട്ടോ. ഇയാൾ ഇനി സംസാരിക്കുവോ? ഇയാൾക്ക് കൊറേ ഫാൻസ് ഉണ്ടേ. കണ്ടില്ല? ഹാപ്പിയാണോ അപ്പൂസ? ഉമ്മച്ചാമ്മയുടെ ഫുഡൊക്കെ ഇഷ്ടാണോ? ഓ ഉമ്മച്ചാമ്മയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാന് ബാക്കി ഉമ്മായി ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ. എന്റെ ഹെൽപ്പ് അപ്പൊ ഒന്നും ചെയ്യണ്ടല്ല, കഴിച്ച് തിന്നുള്ള ഹെൽപ്പാണ് കേട്ടോ. അപ്പൊ ഹെൽപ്പ് ചെയ്യട്ടെ. നമുക്ക് അടുക്കളയിൽ എന്താ നോക്കിട്ട് വരാം. ആ ഇതെന്താണ് അടുക്കളയിലൊക്കെ കയറിയിരിക്കുന്നത്? ഞാൻ അടുക്കള കേറത്തില്ലേ? വന്നതിന് ശേഷം ഇപ്പഴാ ആദ്യമായിട്ടാ കാണുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും. അല്ല ഒന്നും ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല. ഇന്നേ ഉമ്മാക്കടുത്ത് ഞാൻ പറഞ്ഞേ ഒന്ന് സഹായിക്കാന്നാ. ഞാൻ ഒറോട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞോ. ഒറോട്ടി അരിപ്പത്തിരി കേട്ടോ. കറിയാ? കറി ബീഫ് ഓൾറെഡി ഉമ്മ വെച്ചു കേട്ടോ. അപ്പം ഒറോട്ടി പത്തിരിയുടെ പണി എനിക്കാണ് കേട്ടാ. ഇന്ന് പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ട്, അപ്പം ഉണ്ട് കേട്ടോ. അപ്പമാവും ഉണ്ട്, പത്തിരി ഉണ്ട്. പിന്നെ വേറെന്താ ഉണ്ട്? വേറെ ഉമ്മാന്റെ സ്പെഷ്യൽ ബോണ്ട. ഗുണ്ട് ബോണ്ടയും ഗുണ്ടും. ബോണ്ട അല്ല ഗുണ്ട്. എന്തെങ്കിലും ആട്ടെ. ഉണ്ട്. പിന്നെ ജ്യൂസ് പൈനാപ്പിൾ വേണോ തണ്ണിമത്തങ്ങ വേണോ? അത് അമ്മാന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവൻ പറയും. നിങ്ങൾക്ക് എന്താ വേണ്ട? എനിക്ക് വാട്ടർമെലൻ മതി, തണ്ണിമത്തം മതി. ഓക്കെ, വാട്ടർമെലന്റെ ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ്. ഓക്കെ, ഇന്ന് ഇത്രയാണോ? ഇന്ന് ഇത്രയാണ്. പൊരിപ്പ് ഒറ്റ ഐറ്റം ഉള്ള നേരം? പൊരിപ്പ് ഉമ്മ ഗുണ്ട് മാത്രമേ ഉള്ളൂ, ഒറ്റ ഐറ്റമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല, ഇനിയൊന്നും ചോദിച്ചല്ലേ. കണ്ടാ അതിനില്ല. നല്ല രീതിക്ക് വീഡിയോ എടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്നെ കണ്ടില്ല കിച്ചണില് കേട്ടോ. അതുകൊണ്ടാ ഞാൻ എടുത്തത്. ഞാൻ എന്താ സൗണ്ട് കേട്ടോണ്ട് വന്നത് എന്താന്നറിയാന്. ഓഹോ, ഇവിടെ വന്നിട്ട് ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നല്ലോ അല്ലേ? ഒറോട്ടി ചുട്ട് കഴിഞ്ഞാ? ഉമ്മ ഒറോട്ടി ചുട്ട് കഴിഞ്ഞ് വാപ്പ നോക്കാൻ വിട്ടാണോ? ഒറോട്ടി ചുട്ട് കഴിഞ്ഞ് ഒറോട്ടി തണുത്ത് അപ്പം താണ്ട ഈ ഒരു കണ്ടെയ്നറിലോട്ടിട്ട് അടച്ചു വെക്കുവാണ്. ഇനി അപ്പം ചുടണം. ഉമ്മായാണ് അപ്പം ചുടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉമ്മായാണ് അപ്പം ചുടുന്നത്. ഇനിയിപ്പോ എനിക്കിതായി തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കണം കേട്ടോ. പക്ഷെ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കാന് കറണ്ട് ഇല്ല. ഇതിപ്പോ ഇൻവെർട്ടറിലാണ്, പക്ഷെ മിക്സി അതിനകത്ത് പോത്തില്ല. അപ്പൊ കറണ്ട് രാവിലെ പോയത് കേട്ടോ. കറണ്ട് ഇല്ല.
ഇപ്പൊ വരുമോന്ന് അറിയത്തില്ല ജ്യൂസ് അടിക്കാൻ നേരം ആകുമ്പോഴത്തേന്. അപ്പോഴത്തേന് ഞാന് തണ്ണി മത്തങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പൂസിന് ഇന്നാണെങ്കിലുണ്ടല്ലോ ഷാർജ മതി ഇല്ലേ അപ്പൂസേ? നീയാണെന്ന് ഷാർജ അടിക്കുന്നേ? ഞാൻ അടിക്കുന്ന പക്ഷെ എന്റെ കറണ്ട് ഇല്ല. കറണ്ട് വന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതുണ്ടല്ലോ ഏതുണ്ട്? വാട്ടർമെലൻ കുടിക്കും. വാട്ടർമെലൻ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഇല്ല. അത് ശരിയാണല്ലോ. അല്ലെ മറ്റൊരാക്കാലോ മറ്റേ മലബാർ സ്പെഷ്യല് വാട്ടർമെലൻ ഇങ്ങനെ സ്മാഷ് ചെയ്ത് അതില്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങള് ജ്യൂസ് അടിക്കട്ടെ. ജ്യൂസ് അല്ല ബാത്റൂമിൽ കണ്ടിട്ടെ ജ്യൂസ് അടിക്കട്ടെ. വാട്ടർമെലന്റെ ജ്യൂസാണോ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ല. വാട്ടർമെലന്റെ ജ്യൂസാണ്. ഞാൻ കേട്ട്. അതായത് അപ്പൂസ് വന്നിട്ട് പറഞ്ഞില്ലായിരുന്നു അവന് ഷാർജ വേണമെന്ന്. ഞാൻ വിചാരിച്ചിന് മാറ്റി. ഇപ്പൊ കറണ്ട് വന്നു ഷെബി. വന്നാ? കറണ്ട് ഇപ്പൊ വന്നേ ഉള്ളു. പക്ഷെ ഉണ്ടല്ലോ ഐസ് കട്ടിയായിട്ടില്ല. അവൻ പാല് വെച്ചത് മെൽട്ടായി പോയി. പാൽ റെഡി ആയില്ല. അപ്പൊ ഇനിയിപ്പം 6:45 ബാങ്ക് വിളിക്കത്തുള്ളൂ. അപ്പോഴത്തേന് ഐസ് കട്ടിയാവുമെന്ന് കരുതുന്നു. ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കറണ്ട് പോയാൽ നേരത്തിന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച്. ഫ്രൂട്ട്സ് ഒക്കെ കണ്ടോ കട്ട് ചെയ്ത് വെച്ചാ? നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഷെഫി ജ്യൂസ് എല്ലാം റെഡി ആയി കേട്ടോ. ഇനി ഫ്രൂട്ട്സ് ഇട്ട് കണ്ടേ കാണണ്ടേ? ഫ്രൂട്ട്സ് അല്ലേ ഇരിക്കുന്നത്. ഷെഫിക്ക് പക്ഷെ വാട്ടർമെലൻ ജ്യൂസ് അടിക്കുന്ന ഇഷ്ടമല്ലേ? അങ്ങോട്ടെല്ലാം സ്മാഷ് ചെയ്തെടുക്കണം. എനിക്കത് ഇഷ്ടമല്ല ഷെഫി. അതായത് നമ്മുടെ ജ്യൂസ് റെഡി. ബാ ഫ്രൂട്ട്സ് കാണിച്ചു തരാം. ഫ്രൂട്ട്സ് തണ്ണിമത്തങ്ങ, ഈത്തപ്പഴം കേട്ടോ. ഇനി നിങ്ങളൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇതിനകത്ത്. പേരയ്ക്ക, മാങ്ങ, ആപ്പിള്. പേരയ്ക്ക ഇഷ്ടമാണോ? പിന്നെ എനിക്കതറിയാം. അതോടെ അങ്ങനെ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞേട്ടോ. ഇനി ഉമ്മാടെ ജോലിയാണ്. ഉമ്മ അസറൊക്കെ നിസ്കരിച്ചിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഉമ്മ ഗുണ്ട് പൊരിക്കുന്നേട്ടാ. ഗുണ്ടില്ലേ? ഗുണ്ടാണോ ബോണ്ടയാണോ? ബോണ്ട പൊരിക്കുന്ന. അപ്പവും ചുടുന്നേ ഞാൻ കാണിക്കാം. അതാ ഉമ്മതാ അപ്പം ചുടുവാണ്. ഇരുമ്പിന്റെ ചട്ടിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. സാരമില്ല. ദേ അടുത്ത ഉമ്മാടതാ ഗുണ്ട്. എല്ലാം ഇരുമ്പിന്റെ ചട്ടിയിലാട്ടോ. എല്ലാം ഇതിനകത്തോട്ട് പൊരിച്ചിടുവാണ്. അങ്ങനെ ഉമ്മ ജോലിയായിട്ട് ഉമ്മ ബിസിയാണ് കേട്ടോ. ഇരുട്ടടഞ്ഞു വരുന്നു. എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഭയങ്കരമായ കാറ്റ്. അപ്പൊ ഇനി വൈകിട്ടാകുമ്പോൾ ഒന്നും കൂടെ മഴ കാണുമായിരിക്കും. നാട്ടിൽ ഇത് തന്നെ മഴ കാണുന്നുണ്ടല്ലോ. എങ്ങും ടൂർ പോകാൻ പറ്റത്തില്ല. എല്ലായിടത്തും അടച്ചടച്ചിട്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ അബ്ദുള്ളയുടെയും അമാനുള്ളയുടെയും ഒക്കെ സ്കൂളുള്ളത് കൊണ്ട് ഈ ജൂൺ ടൈമിലേ വരാൻ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഡിസംബറിലേ വരത്തുള്ളൂ. ഇപ്പം എങ്ങും പോകാൻ പറ്റത്തില്ല. ഫുള്ള് മഴയാണ്. ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും മഴ കുറയും. പക്ഷെ അപ്പോഴത്തേനും ഞങ്ങൾക്ക് പോകേണ്ട സമയമാവും. അങ്ങനെ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ടൂർ പോകാത്ത കേട്ടോ. വൺ ഡേ ട്രിപ്പായിട്ട് പോയി. ലോങ് ആയിട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പം ലോങ് ആയിട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ഊട്ടിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അമ്മാനൊന്നും ഊട്ടിക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ ഹണിമൂൺ ഊട്ടിയായിരുന്നു. അപ്പോൾ ഊട്ടിക്ക് പോകണമെന്നൊരു പ്ലാൻ ഉണ്ട് ഫാമിലീസ് എല്ലാവരുമായിട്ട്. അപ്പം ഉമ്മാടെ 40 കേട്ടോ. 40 ശനിയാഴ്ച. അപ്പം അത് കഴിഞ്ഞിട്ട് കസിൻസ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട് ഊട്ടിക്ക് പോകാനായിട്ട്. പ്ലാൻ ഓക്കെ ആണെങ്കിൽ പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും കേട്ടോ. എപ്പോഴും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടപ്പേ ഇല്ല. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് റൂമെല്ലാം തൂത്ത് വാരിയിട്ട് ഞാൻ അസർ നിസ്കരിച്ചില്ല കേട്ടോ. ഞാൻ അസർ നിസ്കരിച്ച് റൂമെല്ലാം തൂത്ത് വാരിയിട്ട് അവിടെ കിടച്ചി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഭയങ്കര വയ്യാണ്ട് ക്ഷീണം. അപ്പം ഞാൻ പോയി ബാക്കി ജോലി ഒതുക്കട്ടെ. അങ്ങനെ ഞങ്ങള് ബാങ്കിന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്തെങ്കിലും നോമ്പ് വെക്കാൻ വേണ്ടി വയ്ക്കും. അപ്പൊ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഈത്തപ്പഴം ശരി. വെള്ളം വേണോ?
കഴിച്ചു. ബോണ്ട കേട്ടാ, ബോണ്ട. എനിക്കിതെപ്പോഴും തെറ്റിപ്പോ കേട്ടാ. ഇങ്ങോട്ടാ മഴ സ്പെഷ്യലാ. നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണോ? പക്ഷെ ഇച്ചിരി കൂടെ സ്പൈസ് വേണം അല്ലേ? ഇച്ചിരി എരിവിടാൻ എന്താ? ഞാൻ ഒരു ഒരെണ്ണം എടുത്തിട്ട് മാറ്റി നിങ്ങൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ മുറിച്ച് ഉമ്മ എല്ലാം നിസ്കരിക്കാൻ പോയിട്ടോ. അപ്പം ഞാനും നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിച്ചിട്ട് വന്നിട്ടേ ഇനി ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നിസ്കരിച്ചിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളെ നമ്മളെന്തെടുക്കുവാ? നോയമ്പ് കുറിച്ചിട്ട് കാപ്പി കുടിക്കട്ടാ. നിങ്ങൾക്ക് മിണ്ടത്തില്ലേ? കഴിക്കാൻ വരുന്നുണ്ടോന്ന് ചോദിക്ക്. ഉമ്മ എന്താ എടുത്തത്? ഉമ്മ രണ്ടും എടുത്തട്ടോ. ഉമ്മ പത്തിരി എടുത്ത് അപ്പം എടുത്ത്. പത്തിരി അപ്പം. പത്തിരി അപ്പം. ആ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഇപ്പൊ നോമ്പ് കുറിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കരമായ ക്ഷീണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ സിറ്റോട്ടി ഇരിക്കുവാണ്. സിറ്റോട്ടി ഇരിക്കുവാണ്. വാപ്പതാ വാപ്പാ അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി പോ. അപ്പൊ ഒന്ന് വന്നിട്ട് പോ. വാ നിസ്കരിച്ചിട്ട് കേട്ടോ വാപ്പാട്ടാ. അപ്പൊ കുളിച്ചിട്ട് വന്നയാ. ഇങ്ങ പോ. അപ്പൊ ഞങ്ങള് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും